നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഓഫീസിലോ വീട്ടിലോ അല്ലെങ്കിൽ പുറം ലോകത്തോ ഒന്നുമല്ല. അതെപ്പോഴും നിങ്ങളുടെ മനസ്സിനുള്ളിലാണ്. ഒരു ദിവസം ഏകദേശം 60,000 മുതൽ 70,000 വരെ ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിൽ പലതും ഇന്നലകളുടെ ആവർത്തനങ്ങളോ അല്ലെങ്കിൽ നാളെക്കുറിച്ചുള്ള ആശങ്കകളോ അതുമല്ലെങ്കിൽ നമ്മളെ തന്നെ താഴ്ത്തി കാണിക്കുന്ന ചിന്തകളോ ആയിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു നെഗറ്റീവ് ചിന്ത വന്നാൽ അത് ഒറ്റയ്ക്ക് വരില്ല. അതിന് പിന്നാലെ മറ്റൊരു ചിന്ത, കൂടെ മറ്റൊന്ന്, അങ്ങനെ ഒരുപാട് ചിന്തകളുടെ ഒരു കൂട്ടമായിട്ടാണ് അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റ് പോലെയാണ് നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. നിങ്ങളുടെ ഈ നെഗറ്റീവ് ചിന്തകളെ പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും ഓവർ തിങ്കിങ്ങും നെഗറ്റീവ് തിങ്കിങ്ങും കുറയ്ക്കാനും കൂടുതൽ വ്യക്തതയോടെ ജീവിക്കാനും സഹായിക്കുന്ന 6 ശാസ്ത്രീയ ശീലങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക, കാരണം അവസാനത്തെ ശീലം നിങ്ങളുടെ മുഴുവൻ ചിന്താരീതിയും മാറ്റാൻ കഴിയുന്നതാണ്. ഒന്നാമത്തെ ശീലം ഒരു പോസിറ്റീവ് സെൽഫ് ടോക്ക് പ്രാക്ടീസ് ചെയ്യുക എന്നതാണ്. നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കുന്നു എന്നതിലും പ്രധാനമാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ എങ്ങനെ സംസാരിക്കുന്നു എന്നത്. ഒരു തെറ്റ് സംഭവിച്ചാൽ എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഞാനൊരു പരാജയമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം എന്നേക്കാൾ മികച്ചവരാണ് എന്നൊക്കെയാണോ നിങ്ങൾ സ്വയം ചിന്തിക്കാറുള്ളത്? സൈക്കോളജി പറയുന്നത് നമ്മുടെ ഇന്നർ വോയിസ് നമ്മുടെ ആത്മവിശ്വാസത്തെയും തീരുമാനങ്ങളെയും നേരിട്ട് സ്വാധീനിക്കുന്നു എന്നാണ്. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ പറയുന്ന വാക്കുകളെ സത്യസന്ധമായി സ്വീകരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയില്ല എന്ന് നിങ്ങൾ സ്വയം പറയുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അത് കേൾക്കുകയും അത് പ്രോസസ്സ് ചെയ്യുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് കഴിയില്ല എന്നതിന് പകരം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ശീലിക്കുക. ഇതൊരു പോസിറ്റീവ് ചിന്ത മാത്രമല്ല, നിങ്ങളുടെ ബ്രെയിനിനെ പുതിയ രീതിയിൽ പരിശീലിപ്പിക്കുന്നത് കൂടിയാണ്. ഓരോ ദിവസവും രാവിലെ ഒരു ചെറിയ അഫർമേഷൻസ് പറഞ്ഞ് ശീലിക്കുക. ഞാൻ ശാന്തനാണ്, ഞാൻ ശക്തനാണ്, അല്ലെങ്കിൽ എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയും, ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പോസിറ്റീവായിട്ട് സംസാരിച്ചു തുടങ്ങുക. ഈ ചെറിയ ശീലം നിങ്ങളുടെ ചിന്തകളെ പതുക്കെ മാറ്റും. രണ്ടാമത്തെ ശീലം ദിവസവും മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രെയർ പ്രാക്ടീസ് ചെയ്യുക എന്നതാണ്. ഒരുപാട് ആളുകൾ കരുതുന്നത് മെഡിറ്റേഷൻ എന്നാൽ മനസ്സ് ശൂന്യമാക്കുക എന്നാണ്. ഒരിക്കലുമല്ല. മെഡിറ്റേഷൻ എന്നത് ചിന്തകളെ നിർത്തുകയല്ല, അവയെ നിരീക്ഷിക്കാൻ പഠിക്കുന്നതാണ്. നിങ്ങളൊരു പുഴയുടെ കരയിൽ നിൽക്കുന്നതായി ഒന്ന് സങ്കല്പിച്ചു നോക്കുക. നദിയിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ നിങ്ങളുടെ ചിന്തകളും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ചിന്തയുടെയും പിന്നാലെ ഓടേണ്ടതില്ല. അവയെ കാണുക, വിടുക, എന്നിട്ട് സ്വന്തം ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരിക. ദിവസവും 5 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങളുടെ സ്ട്രെസ്സ് കുറയുകയും ഫോക്കസ് വർദ്ധിക്കുകയും ഇമോഷണൽ കൺട്രോൾ മെച്ചപ്പെടുകയും ചെയ്യും. വിശ്വാസമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രെയറും ഇതേ രീതിയിൽ മനസ്സിനെ ശാന്തമാക്കുന്ന ശക്തമായ ഒരു മാർഗമാണ്. അതുകൊണ്ട് ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് വരികയോ അല്ലെങ്കിൽ അല്പസമയം സ്വസ്ഥമായിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുകയോ ചെയ്യുക. മൂന്നാമത്തെ ശീലം മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നതാണ്. നമ്മളിൽ പലരും ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഫോണിലാണ്, നടക്കുമ്പോൾ നാളെക്കുറിച്ച് ചിന്തിക്കുകയാണ്, കുടുംബത്തോടൊപ്പം ഇരിക്കുമ്പോൾ ഓഫീസിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അതൊരിക്കലും മൈൻഡ്ഫുൾനെസ് അല്ല. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായി ജീവിക്കുകയാണ്. ചായ കുടിക്കുമ്പോൾ അതിൻ്റെ രുചി അനുഭവിക്കുക, നടക്കുമ്പോൾ കാറ്റ് അനുഭവിക്കുക, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ മറുപടി ആലോചിക്കാതെ ശ്രദ്ധയോടെ കേട്ട് നിൽക്കുക. ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഓവർ തിങ്കിങ് സ്വാഭാവികമായിട്ടും കുറയും. കാരണം നിങ്ങളുടെ മനസ്സ് ഫ്യൂച്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ചോ അല്ല ചിന്തിക്കുന്നത്, പ്രസൻറ്റിലായിരിക്കും. നാലാമത്തെ ശീലമാണ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കൃതജ്ഞത പരിശീലിക്കുക എന്നുള്ളത്. നമ്മുടെ ബ്രെയിൻ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അതിന് നല്ല കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്രശ്നങ്ങളാണ് വേഗത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇതിനെ സൈക്കോളജിയിൽ നമ്മൾ നെഗറ്റീവ് ബയാസ് എന്നാണ് പറയുന്നത്. അതിനെ മാറ്റാനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ആ ദിവസത്തിൽ നിങ്ങൾക്ക് സംഭവിച്ച നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം നൽകിയ കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ശ്രദ്ധ ഇല്ലാത്തതിൽ നിന്ന് ഉള്ളതിലേക്ക് മാറ്റുന്നു.
അവിടെ നിന്നാണ് യഥാർത്ഥ സന്തോഷം ആരംഭിക്കുന്നത്. 5-ാമത്തെ ശീലം മെൻ്റൽ ബൗണ്ടറീസ് ഉണ്ടാക്കുക എന്നതാണ്. നിങ്ങളുടെ വീടിന് അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിനൊരു ചുറ്റുമതിലുള്ളതുപോലെ നിങ്ങളുടെ മനസ്സിനും ഒരു ബൗണ്ടറി വേണം. ആരാണ് നിങ്ങളുടെ സമാധാനം കവർന്നെടുക്കുന്നത്? എന്തൊക്കെ സംസാരങ്ങളാണ് നിങ്ങളെ എപ്പോഴും ഭയപ്പെടുത്തുന്നത്? ഏതൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലാണ് നിങ്ങൾ നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത്? ഇതെല്ലാം ശ്രദ്ധിക്കണം. എല്ലാ വിവരങ്ങളെയും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് പ്രവേശിപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാ അഭിപ്രായങ്ങൾക്കും മറുപടി പറയേണ്ടതുമില്ല. എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടേതല്ല. ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ, നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ വിട്ടുകളയുക. അത്തരം കാര്യങ്ങളെ നിങ്ങളുടെ മനസ്സിലേക്ക് കയറാൻ അനുവദിക്കരുത്. അവിടെ നിങ്ങൾ നിങ്ങളുടെ മെൻ്റൽ ബൗണ്ടറി സെറ്റ് ചെയ്യുക. 6-ാമത്തെ ശീലം ഉറക്കത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു രാത്രി ഉറക്കം നഷ്ടപ്പെട്ടാൽ അടുത്ത ദിവസം നിങ്ങൾ കൂടുതൽ ദേഷ്യപ്പെടാറുണ്ടോ? ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ പ്രശ്നമായി തോന്നാറുണ്ടോ? കാരണം സ്ലീപ്പ് ഡിപ്രിവേഷൻ, അതായത് ഉറക്കമില്ലായ്മ, നമ്മുടെ ബ്രെയിനിൻ്റെ ഇമോഷണൽ കൺട്രോൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഉറക്കം എന്ന് പറയുന്നത് ഒരു ലക്ഷറിയോ അല്ലെങ്കിൽ ഒരു അലംഭാവമോ മടിയോ ഒന്നുമല്ല. അത് നിങ്ങളുടെ ബ്രെയിനിൻ്റെ മെയിൻ്റനൻസിന് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ദിവസവും ഏറ്റവും കുറഞ്ഞത് 7 മണിക്കൂറെങ്കിലും ഉറക്കം ലഭിക്കാൻ ശ്രമിക്കുക. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപേ ഫോൺ മാറ്റിവെക്കുക. ലൈറ്റുകൾ കുറച്ച് ഒരു പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ വളരെ ശാന്തമായൊരു മ്യൂസിക് കേൾക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. ഇത് നിങ്ങളുടെ ബ്രെയിനിന് വിശ്രമിക്കാനുള്ള സമയമാണ് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കും. അത് നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റി കൂട്ടാൻ വളരെ സഹായകമായിരിക്കും. നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത് ഒരു വലിയ തീരുമാനമല്ല, ദിവസവും ആവർത്തിക്കുന്ന ചെറിയ ചെറിയ ശീലങ്ങളാണ്. ഇന്ന് നമ്മൾ പഠിച്ച ഈ 6 ശീലങ്ങളും ഒരേ സമയത്ത് തുടങ്ങേണ്ടതില്ല. ഇന്നൊരു ശീലം മാത്രം തിരഞ്ഞെടുക്കുക. 30 ദിവസം അതൊന്ന് തുടർന്ന് ചെയ്തു നോക്കുക. പിന്നീട് നിങ്ങളുടെ ചിന്തകളിലും ഇമോഷൻസിലും ജീവിതത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ കഴിയും. ഓർക്കുക, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. ചിന്തകളെ നിങ്ങൾ നിയന്ത്രിച്ചാൽ ജീവിതത്തെയും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. കാരണം മനസ്സൊരു തോട്ടമാണ്. നിങ്ങൾ എന്ത് വിതയ്ക്കുന്നോ അതാണ് ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പൂക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്തു കൊടുക്കുക. ഈ പറഞ്ഞവയിൽ ഇന്നു മുതൽ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ശീലം ഏതാണ് എന്ന് കമൻറ്റിൽ അറിയിക്കുക. ഇത്തരത്തിലുള്ള സയൻസ് ബേസ്ഡ് ഇംപ്രൂവ്മെൻറ്റ് വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ മൈൻഡ്ഫുൾ, സ്റ്റേ അവേ ഫ്രം ദ നെഗറ്റീവ് തോട്ട്സ്.